ഈ സംസ്ഥാനം ഈ വർഷം ചെലവാക്കിയ കാര്യങ്ങളെപ്പറ്റി അറിയുന്നത് നല്ലതാണ്. അതൊരു റെഫറൻസിനും സഹായകരമാണ്. ക്ഷേമ പെൻഷൻ നമ്മൾ ഈ വർഷം 13,082 കോടി രൂപ നൽകി. 2 മാസത്തെ പഴയ ബഡ്ജറ്റിൻ്റെ കൂടി നമ്മൾ ബഡ്ജറ്റ് വെച്ചതിനേക്കാളും 2,053 കോടി രൂപ ക്ഷേമ പെൻഷൻ അധികം നൽകിയിട്ടുണ്ട്. 13,082 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഈ വർഷം നൽകിയത്. അത് ബജറ്റ് വകയിരുത്തിയതിനേക്കാളും 2,053 2053 അധികം നമ്മൾ ഈ വർഷം നൽകാൻ പറ്റി. ഈ കാസ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത് 979 കോടിയാണ് ഈ വർഷം. ബഡ്ജറ്റിൽ വെച്ചതിനേക്കാളും 300 കോടി അധികമാണ്. സാധാരണഗതി ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ധനകാര്യ വകുപ്പും പറയുന്നത് ഞങ്ങൾ ബഡ്ജറ്റ് വെച്ച് പണം അനുവദിക്കുമെന്നാണല്ലോ. ബഡ്ജറ്റ് വെച്ചതിനേക്കാളും 300 കോടിയാണ്. വലിയ പല സമരവും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് തുകയുണ്ടെങ്കിൽ അത് സാധാരണ ചെയ്യാൻ പറ്റൂ. പക്ഷേ അവിടെ നമുക്ക് ഇത്രയും അധികം ചിലവാക്കാൻ പറ്റി. സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മേടിക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ്. 607 കോടിയാണ് ഈ വർഷം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇതുവരെ കൊടുത്തത്. ബജറ്റിൽ വെച്ച തുകയെക്കാളും 251 കോടി രൂപ നമ്മൾ അധികം നൽകിയിട്ടുണ്ട്. റേഷൻ സബ്സിഡിക്ക് ആകെ 1012 കോടി കൊടുത്തു. അതിനകത്ത് 74 കോടി രൂപ അധികമാണ് ബഡ്ജറ്റിനേക്കാളും നൽകിയത്. KSRTCക്ക് 1612 കോടിയാണ്. അതിനകത്ത് ഇനിയും ചില കണക്കുകളോടെ വരാനുണ്ട്. കാരണം ഇത് ഡയറക്റ്റ് കൊടുക്കുന്ന അല്ലാതെ ഉള്ള മറ്റ് കാര്യങ്ങൾ വരും. അപ്പോൾ അതിനകത്ത് 676 കോടി രൂപ ബഡ്ജറ്റിനേക്കാൾ അധികം കൊടുത്തിട്ടുണ്ട്. 2 ആരോഗ്യ കാസ്പാണെന്ന് കാരുണ്യൊക്കെ അത് 979 ചിലവാക്കിയത്. നമ്മുടെ ബജറ്റിനകത്ത് വെച്ചിരുന്ന തുകകളിലും 300 കോടി അധികമാണ്. ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 607 കോടിയാണ് നൽകിയത്. അത് ബജറ്റിനേക്കാളും 251 കോടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് ആരോഗ്യവകുപ്പ്. ആ കണക്കെല്ലാം ഇനി വരില്ല. 12,000-13,000 കോടി ഈ പ്ലാനും പിന്നെ അവരുടെ നോൺ പ്ലാനുമായിട്ട് വരുന്നു. ആ കണക്കിന് കണക്കാക്കരുത്. കാരണം ആശുപത്രികൾ, അതിൻ്റെ ആശുപത്രി സ്റ്റാഫ്, ഇപ്പോൾ ഇത് സ്കീമാണ്. അത് അങ്ങനെ മനസ്സിലാക്കണം. ഈ ആരോഗ്യവകുപ്പിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് അതാണ്. അത് വേറെയുണ്ട്. 13,000 കോടി അതിൻ്റെ നോൺ പ്ലാൻ എല്ലാം കൂടെ നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പർട്ടിക്കുലർ സ്കീമിന് വെച്ചേക്കുന്ന പണമാണ് ഈ പറയുന്നത്. റേഷൻ സബ്സിഡി ഞാൻ പറഞ്ഞു, KSRTCയിൽ പറഞ്ഞു. ജലജീവൻ മിഷന് നമ്മൾ ബജറ്റ് വിഹിതത്തേക്കാൾ, ഞാൻ പറയുന്നത് ബജറ്റ് വിഹിതത്തേക്കാളാണ്, 401 കോടി രൂപ അധികം കൊടുത്തിട്ടുണ്ട്. ബജറ്റിനകത്ത് പറഞ്ഞ ഇതിന് ആകെ നമ്മൾ കൊടുക്കുക 952 401 കോടി രൂപ അധികം നൽകിയിട്ടുണ്ട്. ലൈഫ് മിഷന് ഇപ്പോൾ ആക്ച്വലി 749 കോടി ഈ വർഷം കൊടുത്തു. ഇതുകൂടാതെ PMAY തുടങ്ങിയ CSS സ്കീമിൻ്റെ മാച്ചിങ് ഗ്രാൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉച്ചഭക്ഷണ പദ്ധതിക്ക് 750 കോടി നൽകി. നെല്ല് സംഭരണത്തിന് ബജറ്റിനുള്ളത് 558 കോടി രൂപയാണ്. അത് മുഴുവനും നമ്മൾ അനുവദിച്ചു. വിപണി ഇടപെടലിന് 489 കോടിയാണ് കൊടുത്തത്. നമ്മുടെ സപ്ലൈകോയും മറ്റും സിവിൽ സപ്ലൈകോയും കൺസ്യൂമർ ഫുഡും അടക്കമുണ്ട്. പ്രധാനമായിട്ടും ഇതാണ് 489 കോടിയാണ് വില പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതിൽ 205 കോടിയാണ് ബഡ്ജറ്റിനകത്തുള്ളത്. പക്ഷേ അധികം നമ്മൾ 284 കോടിയും കൂടെ കൊടുത്തു. അതൊക്കെ കണ്ടിന്യൂഷനാണ് പല സ്കീമുകളുടെ. അപ്പോൾ അതിനകത്ത് ഏതായാലും ഈ വർഷം നമ്മൾ വെച്ചേക്കുന്ന പണത്തിനകത്ത് ഇത്രയും കൂടി അധികം കൊടുത്തിട്ടുണ്ട്. SC ST OBC OEC മൈനോറിറ്റി സ്കോളർഷിപ്പുകൾ ഇതിനകത്ത് 1429 കോടി രൂപ ഈ വർഷം നൽകി. കഴിഞ്ഞ വർഷം ഇതേപോലെ മാർച്ചിൽ നമ്മൾ 1500 കോടിയോളം എല്ലാം കൂടി കൊടുത്തിരുന്ന വർഷം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നേക്കുന്ന ഒരു ഡിമാൻഡ്, മേജറായ ഡിമാൻഡൊന്നുമില്ല. ഞാനത് എടുത്തു പറയുന്നത് ഈ സ്കോളർഷിപ്പ് വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും അതുപോലെ സ്റ്റൈഫൻഡും പോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഗവൺമെൻറ് കാണുന്നത്. അതിനകത്തിപ്പോൾ മുഴുവൻ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള മുഴുവൻ തുകയും പഴയതുൾപ്പെടെ എല്ലാം കൊടുത്തു തീർത്തു. മുൻകാലത്തെ പഴയ 3-4-5 വർഷം മുമ്പത്തെ ഇനി ഇങ്ങനെ കൊണ്ടുവരരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം സമയാസമയങ്ങളിൽ ഇത് കൊടുത്ത് മേടിച്ച് തീർക്കുക എന്നുള്ളത് ആ വകുപ്പിൻ്റെ പല കോളേജുകളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്, ഡിപ്പാർട്ട്മെൻറ്റിലെ താഴത്തെ ഉദ്യോഗസ്ഥന്മാരുടെ. അപ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പ് അതുപോലെ ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് 1429 കോടി തീർത്തു. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മുഴുവനും ഡിമാൻഡും കൊടുത്തു. ഇത് കൂടാതെ SC കുട്ടികളുടെ ഈ സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡും അല്ലാതെ പ്രത്യേക എഡ്യൂക്കേഷൻ ചില സ്കീമുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 79 കോടി വേറെയും നൽകിയിട്ടുണ്ട്.